എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ മുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പുറത്തെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണിത്. ഏകദേശം ഒരു മണിക്കൂറും കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതായത് ഗോതമ്പിൻ്റെ കളറിനേക്കാളുമൊക്കെ കുറച്ചൊരു താഴ്ന്നു നിൽക്കുന്ന ഒരു നിറം ഉണ്ടല്ലോ, ആ ഒരു നിറം വരുന്നിടം വരെ. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറുക്കിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഉഴുന്ന് നല്ല കറക്റ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പാനിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഉഴുന്ന് കൂടുതൽ മൂത്ത് പോകും. അതുകൊണ്ടാണ് ഉടനെ തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറാക്കി തന്നെ പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചും കൂടെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചും കൂടെ എടുക്കുന്നത്. ഇനി ഇത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അപ്പം, പത്തിരി, ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാറില്ലേ, അതേ പൊടി തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ അയമോദകം, ഒരു നുള്ളു ജീരകം, ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചിലരൊന്നും ചേർക്കാറില്ല, അതുകൊണ്ട് ചെറിയ ജീരകം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അയമോദകത്തിൻ്റെയും കറുത്ത എള്ളിൻ്റെയും അളവ് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് വേണ്ടവരാണെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയോ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ചേർത്തിരിക്കുന്നത് 3 ടീസ്പൂണോളം ഉപ്പില്ലാത്ത ബട്ടറാണ്. ബട്ടറിന് പകരമായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ പൊടിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ അങ്ങനെയൊന്നും വേണ്ട. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് വേണ്ടുന്നത്. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കാരണം വെള്ളത്തിൻ്റെ അളവ് ശരിയായില്ലെങ്കിൽ നമ്മുടെ മുറുക്കും പെർഫെക്റ്റ് കിട്ടില്ല. കറക്റ്റ് ഷേപ്പിലും അതുപോലെ തന്നെ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെയൊക്കെ കിട്ടണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നല്ല കറക്റ്റ് ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആകെ ചേർത്തിട്ടുള്ളത്. അത്രയും മതിയാവും. അപ്പം കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ച് നോക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് മുറുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം സേവനാഴി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ടൈമിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുവാണ്. ആ മുകൾ ഭാഗം ഒന്നും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സേവനാഴിയുടെ ഈ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് നമ്മൾ മുറുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈ സേവനാഴിയുടെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. എണ്ണയോ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയൊരു ഉരുള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ട്രയൽ നോക്കാം. നമ്മുടെ മുറുക്കൊക്കെ കറക്റ്റ് ഷേപ്പിലൊക്കെ ആവുന്നുണ്ടോയെന്ന്. കറക്റ്റ് ഷേപ്പിലല്ല വരുന്നതെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെള്ളമോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാനൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ ചെറിയ 3 പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കുവാണ്. ഇതിലേക്കാണ് ഞാൻ ഈ മുറുക്ക് പിഴിഞ്ഞിടുന്നത്. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് അലുമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു അടപ്പോ ഒക്കെ എടുത്താലും മതി.
ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്ന് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ കിട്ടണം. അതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. അപ്പം ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന മാവ് നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നമുക്ക് ആ മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പം ഈ മാവ് പൊട്ടിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ല എന്നുള്ളതാണ്. അപ്പം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് ഒട്ടും തന്നെ നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ വെള്ളം കൂടിപ്പോയി എന്നുള്ളതാണ്. ബട്ടറിൻ്റെ അളവ് കൂടിപ്പോയാലും അങ്ങനെ ഒട്ടും തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ളപ്പം കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഈ മാവ് നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ആ അറ്റം വരുന്നിടം ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിരുന്നു. അപ്പോൾ ഈ 3 എണ്ണം റെഡി ആയതിനു ശേഷം നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവുന്നിടം വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുറുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ ഉരുള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ചൂടായി എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ആ അലുമിനിയം ഫോയിലിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന മുറുക്കുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എണ്ണ തടവി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇതിലേക്ക് വീണോളും. ഇനി ഇങ്ങനെ ചെയ്യുന്നത് പാടാണെങ്കിൽ ഈ അലുമിനിയം ഫോയിലിൽ നിന്ന് ഒരു ചട്ടുകത്തിലേക്ക് ഈ മുറുക്ക് മാറ്റുക. അതിനുശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കൊക്കെ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ ഈ മുറുക്ക് പിഴിഞ്ഞ് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുറുക്ക് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതുപോലെ ബബിൾസ് ഒക്കെ ഇതിൻ്റെ മേലെ വരും. ഇനി ഈ കുമിളകളൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുവരെ ഈ മുറുക്ക് അനക്കമൊന്നും ചെയ്യരുത്. ഇപ്പം കണ്ടോ, ആ എണ്ണ ഇങ്ങനെ പതഞ്ഞു വന്നിരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് കളറ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഒരു ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ വരികയുള്ളൂ. നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറിലേക്ക് വരും. അപ്പം നമ്മൾ ആ ഒരു ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മുറുക്ക് കൂടുതൽ മൂത്ത് പോകും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഇപ്പം ആ എണ്ണ പതഞ്ഞു വന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മുടെ മുറുക്ക് ആ ഒരു കറക്റ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ മുറുക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മുറുക്കെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യത്തെ ഓണത്തിന് മുറുക്ക് വാങ്ങാനായിട്ട് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരളവിൽ നിന്ന് നമുക്ക് 15 മുതൽ 18 വരെ ഇങ്ങനെയുള്ള മുറുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിങ്ങനെ കറക്റ്റ് വട്ടത്തിൽ തന്നെ ഷേപ്പാക്കി എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് നീളത്തിൽ വേണമെങ്കിലും പിഴിഞ്ഞെടുത്തിട്ട് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.